ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്ര രുക്കുവിന്റെ മനസ്സിൽ ആരാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇത് തന്നെയാണ് തക്കതായ സമയമെന്ന് പറഞ്ഞ് രുക്കു ചന്ദ്രയോട് അച്ചുവിനോട് ഉള്ള ഇഷ്ടം തുറന്നു പറയുകയാണ്. ചന്ദ്ര എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, ഞാനിതെന്തായാലും വിജയേട്ടനോട് സംസാരിക്കാം, വിജയേട്ടൻ നിന്റെ കാര്യത്തിൽ എതിർപ്പൊന്നും കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര നേരെ വിജയ് ശങ്കറിന്റെ അടുത്ത് പോയി രുക്കുവിന്റെയും അച്ചുവിന്റെയും കാര്യം പറയാണ്. അത് കേൾക്കുമ്പോ തന്നെ വിജയ് ശങ്കറിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. വിജയ് ശങ്കർ എന്നിട്ട് ചന്ദ്രയെ അടിക്കുകയാണ്. ഇത് കേട്ടിട്ട് ചന്ദ്ര എന്നിട്ട് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, വിജയേട്ടൻ എന്തിനാണ് എന്നെ അടിച്ചത്? എന്നോട് രുക്കു പറഞ്ഞ കാര്യം ഞാൻ വിജയേട്ടനോട് വന്ന് പറഞ്ഞതാണോ തെറ്റായത് എന്ന് ചോദിക്കുന്ന സമയത്ത് വിജയ് ശങ്കർ ദേഷ്യത്തോടുകൂടി രുക്കുവിനെ വിളിക്കുന്നുണ്ട്. രുക്കു ആണെങ്കിൽ റൂമിൽ നിന്നും പേടിച്ചുകൊണ്ട് വിജയ് ശങ്കറിന്റെ അടുത്തേക്ക് വരികയാണ്. വിജയ് ശങ്കർ എന്നിട്ട് രുക്കുവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അച്ചുവിനെ കാണാനായി പോവുകയാണ്. ചന്ദ്രയും രുക്കുവും വിജയ് ശങ്കറിനെ കുറെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യാക്കാതെ വിജയ് ശങ്കർ പോവാണ് അച്ചുവിനെ കാണാനായി. രുക്കു ആണെങ്കിൽ ആകെ കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് വേഗം തന്നെ രുക്കു റൂമിലേക്ക് പോയിട്ട് അച്ചുവിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വിജയേട്ടൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ദേഷ്യത്തിലാണ്. നിന്റെയും കാര്യം വിജയേട്ടൻ അറിഞ്ഞു. അച്ചു, നിന്നിലാണ് എന്റെ പ്രതീക്ഷ മുഴുവനും, അത് നീ തെറ്റിക്കരുത് എന്നൊക്കെ പറയുമ്പോ അച്ചു രുക്കു നീ ഇതെന്തൊക്കെയാ പറയുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് വിജയ് ശങ്കർ അർച്ചനയുടെ വീട്ടിലെത്തിയിട്ട് അർച്ചനയെ കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്റെ അനിയനെ കാണണമെന്ന് പറയുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട്, എനിക്ക് 3 അനിയന്മാരുണ്ട്, ഏതാളെയാണ് കാണേണ്ടതെന്ന് ചോദിക്കുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, എനിക്ക് അച്ചുവിനെയാണ് കാണേണ്ടത്, അവനെ വിളിക്കുകയെന്ന് പറയുമ്പോ അർച്ചന അച്ചുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിജയ് ശങ്കർ അർച്ചനയോട് പറയുന്നുണ്ട്, ഇവിടുത്തെ അച്ചുവിന് രുക്കുവിനോട് പ്രേമമാണ്, അത് ഇന്നത്തോടെ വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോ അർച്ചന വളരെ പരിഹാസത്തോടെ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, അച്ചുവിന് രുക്കുവിനോട് പ്രേമം പോലും, നിങ്ങൾ ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന് അർച്ചന പരിഹാസത്തോടെ ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അച്ചു എത്തുന്നുണ്ട്. അച്ചു എന്നിട്ട് വിജയ് ശങ്കറിനോട് വളരെ ഉറച്ച തീരുമാനത്തോടുകൂടി തന്നെ പറയുന്നുണ്ട്, അമ്പാട്ട് വീട്ടിലെ അച്ചു ഒരാളെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചന്ദ്രകാന്തത്തിലെ രുക്മിണിയെ തന്നെയായിരിക്കുമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് വിജയ് ശങ്കറിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ അർച്ചനയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് മുകുന്ദനും അനന്തും എത്തുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.